വെൽക്കം ടു എനർജി ടോക്ക് വിത്ത് AMC. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡെല്ല ഡേവിഡ്. ഞാനൊരു സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർ ആണ്. തൃശ്ശൂരിലുള്ള അതുൽ എനർജി കൺസൾട്ടൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥാപനം എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയിൽ എംപാനൽഡ് ആയിട്ടുള്ള ഒരു എനർജി ഓഡിറ്റ് ഫേം ആണ്. ഇന്നത്തെ ഈ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പവർ ഫാക്ടർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. പവർ ഫാക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും, പ്രത്യേകിച്ച് എനർജി മേഖലയിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രികളിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടേം ആയിരിക്കും. എന്നാൽ അതിന്റെ പ്രസക്തി എന്താണെന്ന് പലർക്കും അറിയുന്നുണ്ടാകും. അപ്പൊ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ പവർ ഫാക്ടർ എന്താണെന്ന് വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പവർ ഫാക്ടറിന്റെ പ്രസക്തി എന്താണ്, അത് ഒരു ഒപ്റ്റിമം വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പവർ ഫാക്ടർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇലക്ട്രിക്കൽ പവർ എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ചാണ് നമ്മുടെ വീടുകളിലും ഇൻഡസ്ട്രികളിലും ഉള്ള പല ഉപകരണങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ പവർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, കേരളത്തിലാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് KSEBിയുടെ കയ്യിൽ നിന്നുമാണ്. KSEB ആണ് കേരളത്തിലെ വൈദ്യുതി വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. അപ്പൊ ഇലക്ട്രിക്കൽ പവർ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ആക്റ്റീവ് പവർ അല്ലെങ്കിൽ റിയൽ പവർ എന്നുള്ള അതിന്റെ യൂണിറ്റ് കിലോ വാട്ട് ആണ്. നമ്മൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു റിയൽ പവർ. അപ്പൊ റിയൽ പവർ ഉപയോഗിച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു ഫാൻ, നമ്മുടെ വീടുകളിലാണെങ്കിൽ ഫാൻ കറക്കാൻ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട്, ഇൻഡസ്ട്രികളിലാണെങ്കിൽ വലിയ വലിയ മോട്ടോറുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പവറാണ് ആക്റ്റീവ് പവർ. ഇനി ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് കിലോ വോൾട്ട് ആംപിയർ റിയാക്ടൻസ്, KVAR ആണ്. ഇതൊരു സപ്പോർട്ടീവ് പവറാണ്. സത്യത്തിൽ ഈ പവർ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നേരെ തിരിച്ച് ഇത് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. പല മെഷീൻസും ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പവർ അനിവാര്യമാണ്. പക്ഷെ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു ഫൈനൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ടാസ്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു പവർ, ഈ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്ന ആ പവർ സിസ്റ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു പവർ കണക്കാക്കി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് പവറും, ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും കൂടി ചേർന്നാലാണ് നമുക്ക് ടോട്ടൽ പവർ. ഈ ടോട്ടൽ പവറിനെ പറയുന്നതാണ് അപ്പാരന്റ് പവർ. അപ്പാരന്റ് പവറിന്റെ യൂണിറ്റ് കിലോ വോൾട്ട് ആംപ്സ് ആണ്, അതായത് KVA. സത്യത്തില് ഈ അപ്പാരന്റ് പവർ ആണ് നമുക്ക് KSEBിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഇനി നമ്മുടെ ഇൻഡസ്ട്രികളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലുള്ള ലോഡുകളുടെ സ്വഭാവം അനുസരിച്ച് പലതരം ലോഡുകൾ ഉണ്ടായിരിക്കാം. ഇൻഡസ്ട്രിയിലാണെങ്കിൽ മോട്ടോറുകളായിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ ആ ലോഡുകളുടെ സ്വഭാവം അനുസരിച്ച് ഈ ഒരു ടോട്ടൽ പവറിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള റിയാക്റ്റീവ് പവർ കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്കൊരു ഉദാഹരണം വെച്ചിട്ട് കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ജ്യൂസ് ഗ്ലാസിന്റെ ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് നമുക്ക് കണക്കാക്കാം. ഒരു പൈനാപ്പിൾ ജ്യൂസ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നതിന്റെ ഇതില് ആ ജ്യൂസിന്റെ കണ്ടന്റ്, അതാണ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നത്, കുടിക്കാൻ സാധിക്കുന്ന ജ്യൂസാണ്. അപ്പൊ അതാണ് നമ്മുടെ ആക്റ്റീവ്. ഇനി അതിന്റെ മീതെ കുറച്ച് പതയൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് കുടിക്കാൻ പറ്റും, പക്ഷെ പത ഉണ്ടാവും. ജ്യൂസ് എന്ന് പറയുമ്പോൾ, പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു പത ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ റിയാക്റ്റീവ് പവറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏത് ജ്യൂസാണ് എന്നുള്ളതനുസരിച്ച് ഈ പത കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാലാണ് നമുക്ക് ടോട്ടൽ പവർ. അപ്പൊ ഈ ടോട്ടൽ പവറിൽ എത്രത്തോളം യൂസ്ഫുൾ പവർ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചികയാണ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ യൂസ്ഫുൾ പവർ, ആക്റ്റീവ് പവർ ബൈ അപ്പാരന്റ്, അതായത്
ടോട്ടൽ പവർ നമ്മൾ വാങ്ങുന്നതിൽ എത്രത്തോളം യൂസ്ഫുൾ പവർ ഉണ്ട് എന്നതിന്റെ സൂചികയാണ് സത്യത്തിൽ പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറയുന്നത് മാക്സിമം അത് ആകാവുന്ന ഒരു വാല്യൂ 1 ആണ്. 1 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയും. ഈ പവർ ഫാക്ടർ യൂണിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പവറിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥ എന്ന് നമുക്ക് കണക്കാക്കാം. അതായത് യൂസ്ഫുൾ പവർ ബൈ ടോട്ടൽ പവർ 1 ആണ്. ഇനി പവർ ഫാക്ടർ ലാഗിങ്ങും ലീഡിങ്ങും ആകാവുന്നതാണ്. പവർ ഫാക്ടർ ലാഗിങ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ഒരു സിസ്റ്റത്തിലുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ടാണ് നമ്മൾ ഇത് ലാഗിങ് ആണോ ലീഡിങ് ആണോ എന്നൊക്കെ പറയുന്നത്. കൂടുതൽ സാങ്കേതിക വശങ്ങളിലേക്ക് കിടക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ഇലക്ട്രിസിറ്റി ബില്ല് എടുത്ത് വെച്ച് ഇത് ലാഗിങ് ആണോ ലീഡിങ് ആണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ പവർ ഫാക്ടർ ഒന്നില്ലെങ്കിൽ അത് ലാഗിങ് ആവാം, അല്ലെങ്കിൽ അത് ലീഡിങ് ആവാം. പവർ ഫാക്ടർ ലാഗിങ്ങോ ലീഡിങ്ങോ ആവുന്നത് എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ ലോഡുകളെ നിശ്ചയിച്ചായിരിക്കും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ പവർ ഫാക്ടർ ലാഗിങ് ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോഡുകളുടെ സ്വഭാവം ഇൻഡക്റ്റീവ് ആയിരിക്കും. അതായത് ഒരു കോയിൽ ടൈപ്പ് ലോഡുകളായിരിക്കും അവിടെ എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് മോട്ടറുണ്ട്. ഇനി ലീഡിങ് ആണെങ്കിൽ അവിടുത്തെ ലോഡുകൾ എന്ന് പറയുമ്പോൾ അത് ഒരു കപ്പാസിറ്റി സ്വഭാവമുള്ള ലോഡുകളായിരിക്കും. ഇപ്പൊ ഒരു സ്ഥലത്ത് പവർ ഫാക്ടർ ഭയങ്കര ലാഗിങ് ആയി ഭയങ്കര കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവിടെ കപ്പാസിറ്ററിൽ കണക്ട് ചെയ്താൽ മതിയോ. ഇനി പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ ഫാക്ടർ ഒരു സൂചികയാണ്. അതായത് എത്രത്തോളം യൂസ്ഫുൾ പവർ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചികയാണ് പവർ ഫാക്ടർ. അപ്പോൾ പവർ ഫാക്ടർ കുറയുക എന്ന് പറയുമ്പോൾ യൂസ്ഫുൾ പവർ കുറയാണ്. അപ്പൊ അത് കണക്കാക്കി നമുക്കാണെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇത്രത്തോളം പവർ ആവശ്യമാണ്. ഈ പവർ ഫാക്ടർ കുറവാണെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി കൂടുതൽ പവർ നമ്മൾ KCBയുടെ കയ്യിൽ നിന്ന് ടോട്ടൽ പവർ കൂടും. അപ്പോൾ ആ ഡിമാൻഡ് കൂടും, അതായത് KVA കൂടും. അപ്പൊ അതിന്റെ കോസ്റ്റ് കൂടും. പിന്നെ പവർ ഫാക്ടർ ഒരു പരിധി വിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ KCB പെനൽറ്റി അടയ്ക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൺസ്യൂമറിന്റെ സൈഡിലുണ്ട്. വോൾട്ടേജ് റെഗുലേഷൻ കുറയാം, അതുപോലെ തന്നെ എക്യുപ്മെന്റുകളെല്ലാം ഓവർലോഡഡ് ആകാം, അതുവഴി ലോസുകൾ ഉണ്ടാകും. ഇത്രയും പ്രശ്നങ്ങൾ കൺസ്യൂമറിന്റെ സൈഡിലുണ്ടാവും. പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് വഴിയാണ്. അതായത് ഈ ഡിമാൻഡ് കോസ്റ്റ് കൂടുകയും അതുപോലെ പെനൽറ്റി അടയ്ക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇനി ഇതുകൊണ്ട് യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ KCB എനിക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ ടോട്ടൽ സിസ്റ്റം എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ആവശ്യമുള്ള റിയാക്റ്റീവ് പവർ എല്ലാതും തന്നെ ഈ കൺസ്യൂമേഴ്സ് എല്ലാതും വലിക്കുന്നത് KCBയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഈ റിയാക്റ്റീവ് പവർ സിസ്റ്റത്തിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നു. അത് ലോസ് ആണ് ആക്ച്വലി. അപ്പൊ അതുവഴി പല എക്യുപ്മെന്റുകളും അല്ലെങ്കിൽ ലൈറ്റ്സും പല എക്യുപ്മെന്റുകളെല്ലാം ഓവർ സൈസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അതായത് ടോട്ടൽ യൂസ്ഫുൾ പവർ, ഉപകാരമുള്ള ആ പവർ, യൂസ്ഫുൾ ആയിട്ടുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറയാണ് ചെയ്യുന്നത് ഗ്രിഡില്. അപ്പോ അതിനെ നട്ട്ഷെൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ യൂട്ടിലിറ്റിക്കും ഒരേപോലെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് ഓർഡറില് പവർ ഫാക്ടറിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ പവർ ഫാക്ടർ പ്രധാനമായും LT ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ, അതായത് LT4A താരിഫ്, LT4B താരിഫ്, അതുപോലെ എല്ലാ HT കൺസ്യൂമേഴ്സ്, HT ഇൻഡസ്ട്രിയൽ ആവാം, HT കമേഴ്ഷ്യൽ ആവാം, അതുപോലെ എല്ലാ EHT എക്സ്ട്രാ ഹൈ ടെൻഷൻ കൺസ്യൂമേഴ്സിനും ഇത് ബാധിക്കുന്നതാണ്. ഈ താരിഫ് പവർ ഫാക്ടറിനെ ചുറ്റിപ്പറ്റിയുള്ള ആ താരിഫ് ബാധിക്കുന്നതാണ്. KCRCയുടെ താരിഫ് ഓർഡറിൽ പറയുന്നത് എല്ലാ LT ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ കൺസ്യൂമേഴ്സ് അവരുടെ ലോഡിനനുസരിച്ച് സ്റ്റാറ്റിക് കപ്പാസിറ്ററുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് അവരുടെ അനക്ഷറിൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്ര HP മോട്ടർ ആണെങ്കിൽ ഇത്ര KVRലെ കപ്പാസിറ്റർ കണക്ട് ചെയ്യണം എന്ന് അവർ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എനർജി ചാർജ്, ഫിക്സഡ് ചാർജിന്റെയും അതില് ഒരു 20% കൂടുതലായിട്ട് അപ്ലിക്കബിൾ ആണ് എന്നാണ് താരിഫ് ഓർഡർ പറയുന്നത്.
അതുപോലെ തന്നെ വെൽഡിംഗ് സെറ്റ് ഉള്ള കൺസ്യൂമേഴ്സ് ഇതുപോലെ കപ്പാസിറ്ററുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 30% കൂടുതൽ താരിഫ് റേറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശം KCBക്കാണ് ഉള്ളത്. അപ്പൊ അവരതിനനുസരിച്ച് ചാർജ് ചെയ്യുകയും ചെയ്യും. ഇനി LT4 അത് ഇൻഡസ്ട്രിയലും അഗ്രികൾച്ചറൽ കൺസ്യൂമേഴ്സും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറയുന്ന ആ ലെവലിലോട്ട് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് റിബേറ്റ് അപ്ലിക്കബിൾ ആണ്. അവർക്ക് ഒരു ഇൻസെന്റീവ് പോലൊരു തുക എനർജി ചാർജിന്റെ മുകളിലെ ഒരു ഇൻസെന്റീവ് എന്നുള്ള നിരക്ക് അവർക്ക് ലഭിക്കുന്നതാണ്. ഇത് LT കൺസ്യൂമേഴ്സിന് ബാധകം. LT എല്ലാ കൺസ്യൂമേഴ്സിനും അല്ല. ഇപ്പം വീടുകളിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന് ഈ ഒരു പവർ ഫാക്ടറിന്റെ റേഷ്യോ ബാധകമല്ല. അത് താരിഫ് മോഡലിൽ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നേരെ തിരിച്ച് LT ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനും അഗ്രികൾച്ചറൽ കൺസ്യൂമേഴ്സിനും ഇത് ബാധകം. ഇനി വരുന്നത് എല്ലാ HT കൺസ്യൂമേഴ്സും EHT കൺസ്യൂമേഴ്സും. HT ഇൻഡസ്ട്രിയൽ ആവാം, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളാവാം, അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനും LT ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് 20 കിലോവാട്ടിന് മുകളിലാണ് ലോഡ് എന്നുണ്ടെങ്കിൽ അവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. KCRC താരിഫ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പവർ ഫാക്ടർ 0.95 മുതൽ യൂണിറ്റ് വരെ 1 വരെയാണ് എന്നുണ്ടെങ്കിൽ എനർജി ചാർജിന്റെ 0.5% എന്ന് തുടങ്ങി. അതായത് ഇപ്പൊ 0.96 ആണെന്നുണ്ടെങ്കിൽ 1 into 0.5% ഓഫ് എനർജി ചാർജസ് അവർക്ക് ഇൻസെന്റീവ് ആയിട്ട് കിട്ടും. ഇനി അത് 0.97 പവർ ഫാക്ടർ ലാഗ് ആണെന്നുണ്ടെങ്കിൽ അത് 2 into 0.5% ഓഫ് എനർജി ചാർജസ് എന്നുള്ള നിലയ്ക്കാണ് കിട്ടുക. അങ്ങനെ ഓരോ 0.01 ഇൻക്രീസിനും ഓരോ 0.5% ഓഫ് എനർജി ചാർജസ് എന്നുള്ള നിലയ്ക്ക് ഇൻസെന്റീവ് കിട്ടും. ഇപ്പൊ എത്രത്തോളം നിങ്ങൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്നു അത്രത്തോളം ഇൻസെന്റീവ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അത് ആർക്കൊക്കെ ലഭിക്കാമെന്നാണ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. LT ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സും എബൌട്ട് 20 കിലോവാട്ട്, പിന്നെ എല്ലാ HTയും എല്ലാ EHT കൺസ്യൂമേഴ്സും. ഇനി പവർ ഫാക്ടർ 0.95 താഴെ വന്നു കഴിഞ്ഞാൽ പെനൽറ്റി അടയ്ക്കണം. നേരത്തെ ഇൻസെന്റീവ് പറഞ്ഞ കണക്കെ തന്നെ പെനൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. 0.9 താഴെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ പെനൽറ്റി അടയ്ക്കേണ്ടത്. അതായത് 0.5% എന്നുള്ള പെനൽറ്റിക്ക് പകരം ഓരോ 0.01 ഡിക്രീസ്, അതായത് ഇപ്പൊ 0.9 0.89 ആയാൽ അത് 1% ഓഫ് എനർജി ചാർജ്, 0.88 ആയാൽ 2 into 1%, അതായത് 2% ആവും. അങ്ങനെ പെനൽറ്റി അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും ഇത് മനസ്സിലാക്കാതെ, അതായത് ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെടാതെ പെനൽറ്റി അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പവർ ഫാക്ടർ ഒരു പരിധി വിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവിടെ കണക്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, അത് ഒരു റെഗുലർ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പവർ ഫാക്ടർ കുറവ് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പെനൽറ്റി അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണാനായിട്ട് സാധിക്കും. ഇനി 0.95 ലാഗിംഗ് ആണ് പവർ ഫാക്ടർ എന്നുണ്ടെങ്കിൽ പെനൽറ്റി ഒന്നുമില്ല, ഇൻസെന്റീവും ഇല്ല. അതാണ് കാര്യം. അതുപോലെ ലീഡിംഗ് പവർ ഫാക്ടർ ആണെങ്കിൽ, ലീഡിംഗ് പവർ ഫാക്ടർ എന്ത് കാര്യം തന്നെ ആയാലും അതിന് ഇൻസെന്റീവ് ഒന്നും തന്നെ ലഭിക്കില്ല. 0.95 മീതെ നിങ്ങൾ പവർ ഫാക്ടർ ഉള്ള കമ്പനിയിൽ നിങ്ങൾക്ക് പവർ ഫാക്ടർ ഉണ്ട്, 0.97 ഉണ്ട്, പക്ഷെ അത് ലീഡിംഗ് ആയി കഴിഞ്ഞാൽ ഒരു ഇൻസെന്റീവും നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ലീഡിംഗ് ആണെങ്കിൽ ഇൻസെന്റീവ് ഇല്ല, പെനൽറ്റിയും ഇല്ല. ഇതൊരു സാമ്പിൾ EHT ബില്ലാണ്. 66 kV സപ്ലൈ വോൾട്ടേജ് ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആവറേജ് പവർ ഫാക്ടർ 1 ആണ്. ആവറേജ് പവർ ഫാക്ടർ 1 വന്നിട്ടുണ്ട്. അതായത് ഇതൊരു ഓപ്റ്റിമൽ പവർ ഫാക്ടർ ആണ്. ഇനി അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻസെന്റീവ് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ എനർജി ചാർജ് വരുന്നത് ഒരു 57.9 ലക്ഷം എന്ന് പറയാം. അതിൽ അവർക്കൊരു 1.5 ലക്ഷത്തോളം അവർക്ക് ഇൻസെന്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബാക്കി എനർജി ചാർജ് വരുന്നത് 56.5 ലക്ഷമാണ്. അപ്പോൾ ഈ ഒരു ബില്ലിന് ഇങ്ങനെ മൂന്നാമത്തെ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിക്കും പവർ ഫാക്ടർ ഇൻസെന്റീവ് അല്ലെങ്കിൽ ഡിസ് ഇൻസെന്റീവ്. അത് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും ഒരു നെഗറ്റീവ് സൈൻ ആണ്. ആ നെഗറ്റീവിന്റെ അർത്ഥം പൈസ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും, അത് ഇൻസെന്റീവ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അവിടെ പ്ലസ് വാല്യൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ എമൗണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് അടയ്ക്കണം, അത് പെനൽറ്റി ആണ്.
ഇനി ഇതൊരു HT 1A ഇൻഡസ്ട്രിയൽ താരിഫാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, മാനുഫാക്ചർ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും 0.94 ആണ്. പക്ഷേ ഇവിടെ താഴെ നിങ്ങൾ മൂന്നാമത്തെ ആ ഒരു കാറ്റഗറി നോക്കിയാൽ നിങ്ങളുടെ ഇൻസെന്റീവും ഇല്ല, നമുക്ക് അതുപോലെ അവിടെ പെനൽറ്റിയും ഇല്ല. അതായത് അവര് ലീഡിങ് പവർ ഫാക്ടർ ആണ്. അത് കാണണമെങ്കിൽ നമ്മൾ ഈ സെക്ഷൻ 3 വരണം. ഞാനിവിടെ സർക്കിൾ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 3 വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ KVRH ലാഗ് എന്ന് പറയുന്നത് 4608 ആണ്. ആ സമയം ലീഡ് എന്ന് പറയുന്നത് 17,304 ആണ്. അതായത് ഓവറോൾ പവർ ഫാക്ടർ അവർക്ക് ലീഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് പെനൽറ്റി വരാത്തത്. അപ്പോൾ ഈ 0.94 വന്നു, പക്ഷെ അവർക്ക് പെനൽറ്റി ഒന്നും തന്നെ വന്നിട്ടില്ല. അതും ലീഡിംഗ് ആയതുകൊണ്ടാണ്. നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? അത് എന്താ പറയാ, നമുക്ക് ഇൻസെന്റീവ് ലഭിക്കും. അത് അവിടുത്തെ കപ്പാസിറ്ററുകൾ ഒന്ന് ട്യൂൺ ചെയ്താൽ മതി. അത് ലീഡിങ്ങിലോട്ട് പോയിട്ട് തിരിച്ച് ആ യൂണിറ്റി പവർ ഫാക്ടറിലേക്ക് ലാഗിങ്ങിലോട്ട് കൊണ്ടുവന്നാൽ അത് നമുക്ക് മെച്ചമാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരു 3 കേസ് സ്റ്റഡി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് HT 1A ഇൻഡസ്ട്രിയൽ താരിഫ് ഉണ്ടാകും കൺസ്യൂമർ ആണ്. അവരുടെ പവർ ഫാക്ടർ 0.88 ലാഗിങ് ആണ്. ഇതൊരു സ്റ്റീൽ ഇൻഡസ്ട്രി ആണ്. അവിടെ പവർ ഫാക്ടർ 0.88 ലാഗിങ് ആണ്. അപ്പോൾ 0.88 ലാഗിങ് എന്ന് പറയുമ്പോൾ അവർ പെനൽറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നുമില്ല, അവിടുത്തെ കപ്പാസിറ്റർ ബാങ്കുകളെല്ലാം തന്നെ ഡിഗ്രേഡഡ് ആയിപ്പോയി, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അത് മാറ്റി വെച്ചാൽ അവർക്ക് 0.99 എത്തിക്കാൻ സാധിക്കും. അപ്പം അവര് ആനുവലി അവരെ അടച്ചുകൊണ്ടിരുന്ന പെനൽറ്റി എന്ന് പറയുന്നത് ഒരു 7.5 ലക്ഷത്തിനടുത്താണ്. അത് അവർക്ക് ഒഴിവാകും. മാത്രമല്ല അവർക്ക് ഇൻസെന്റീവ് കിട്ടും. അവർക്ക് ഇൻസെന്റീവ് ഒരു 4 ലക്ഷത്തിനടുത്ത് ഇൻസെന്റീവ് കിട്ടും. ഇതിനെല്ലാം വേണ്ടി മുതൽ മുടക്കേണ്ട തുക എന്ന് പറയുന്നത് ഒരു 6 ലക്ഷമാണ്. ഇത് വളരെ എളുപ്പത്തിൽ 6 മാസം കൊണ്ട് തന്നെ റിട്ടേൺ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കേസ്. അപ്പൊ പെനൽറ്റി അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. പവർ ഫാക്ടർ 0.95 താഴെയാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ 0.98 ലാഗിങ് ആണ്. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഇവിടെ 0.98 ലാഗിങ് ആണ്. ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്, കാരണം 0.95 മീതെയാണ്, അതുകൊണ്ട് ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇനി അവർക്ക് അത് ഇമ്പ്രൂവ് ചെയ്യും. അത് അവർക്ക് ഒരു 0.99 എത്തിക്കാം, അല്ലെങ്കിൽ ഇവിടെ യൂണിറ്റ് എത്തിക്കാം. അപ്പോൾ 0.99 എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻസെന്റീവ് കിട്ടും. ഇൻസെന്റീവ് കിട്ടുന്നത് കൂടുതലായിട്ട് ഒരു 45,000 രൂപ വരെ കിട്ടും. അതിന് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റ് അതിലെ 1-2 കപ്പാസിറ്ററുകളായിരിക്കും പക്ഷേ കേടുണ്ടാകും. ഈ ഇൻഡസ്ട്രിയിൽ അവിടെ ചില കപ്പാസിറ്ററുകൾ മാത്രമാണ് കേടായിട്ടുള്ളത്. അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻസെന്റീവ് കിട്ടും. അത് 7 മാസം കൊണ്ട് തന്നെ തിരിച്ച് കിട്ടുന്ന രീതിയിലാണ് അത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു കേസാണ് മുക്കാൽ ഭാഗവും കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലെ അവസ്ഥ. അവരറിയുന്നില്ല. കാരണം ഒരുപക്ഷെ അവിടെ ടെക്നിക്കലായിട്ട് അറിവുള്ളവർ കുറവായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവില്ല. അവർ പെനൽറ്റി അടയ്ക്കുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ പവർ ഫാക്ടർ ഇപ്പോഴും ലീഡിങ് ആയിരിക്കും. ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടുത്തെ റൂമുകളെല്ലാം അങ്ങനെയുള്ള റൂമുകളായിരിക്കാം. ഒരുപക്ഷെ അവരുടെ സമയം ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം പകലായിരിക്കും, രാത്രി അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ലീഡിങ്ങിലോട്ട് പവർ ഫാക്ടർ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പവർ ഫാക്ടർ ലീഡിംഗ് ആണ് ഇവിടെ. ഈ 4P HT 4P കൊമേഴ്ഷ്യൽ താരിഫുള്ള ബിൽഡിംഗ് ആണ്. അപ്പൊ അവിടെ അത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സേവിങ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അത് ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ഒരു 1.3 ലാക്സ് ഇൻസെന്റീവ് കിട്ടും. അത് മുതൽ മുടക്കേണ്ടി വരുന്ന തുക ഒരു 70,000 രൂപയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം, അതായത് പവർ ഫാക്ടർ ലീഡിങ്ങിൽ നിന്ന് തിരിച്ച് വന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് യൂണിറ്റി പവർ ഫാക്ടറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഗുണമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് ഈ പവർ ഫാക്ടർ കുറവായിരിക്കാം, അല്ലെങ്കിൽ ലീഡിങ് ആയിരിക്കാം. അത് പല കാരണങ്ങളും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളുടെ പവർ ഫാക്ടർ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് കാരണം കൊണ്ടാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാരണം മറികടന്ന് അതിനെ ഒപ്റ്റിമൽ വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞെല്ലാം ഈ പറഞ്ഞ കേസ് സ്റ്റഡീസിലെല്ലാം നമ്മൾ ഇൻസെന്റീവിന്റെ ഒരു ബെനിഫിറ്റ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഡിമാൻഡ് ചാർജ് കുറയും. ഡിമാൻഡ് നേരെ കുറവായിട്ട് വരാൻ
സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഡിമാൻഡിന്റെ പൈസ കൂടെ കുറഞ്ഞു കിട്ടും. അപ്പൊ അതൊരു സേവിങ്സ് ആണ്. അപ്പൊ പവർ ഫാക്ടർ ഒരിക്കലും വെറുതെ ടെക്നിക്കൽ ടേം മാത്രമല്ല. അത് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പവർ ഫാക്ടറിന്റെ റിസൾട്ട് വെച്ചിട്ട് തന്നെ KCRC പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റുകൾ, അതായത് ഇൻസെന്റീവിന്റെ രൂപത്തിലും അതുപോലെ തന്നെ ഡിമാൻഡ് കോസ്റ്റ് കുറഞ്ഞും നമുക്ക് ബെനിഫിറ്റുകൾ ഉണ്ടാവും. മാത്രമല്ല പെനൽറ്റി ഒഴിവായി കിട്ടും നമുക്ക്. അപ്പോൾ ഈ കേസ് സ്റ്റഡീസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പവർ ഫാക്ടർ ഇംപ്ലിമെന്റ് നടത്തിയാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂസസ്, അത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഇത് ബാധകമല്ല. ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സും അതുപോലെ കൊമേഴ്ഷ്യൽ കൺസ്യൂമേഴ്സും അവരുടെ പവർ ഫാക്ടർ ചെക്ക് ചെയ്യണം, ഒന്ന് അസസ് ചെയ്യണം. 2-3 മാസത്തെ വീഡിയോകളെടുത്ത് ഒന്ന് അസസ് ചെയ്യണം. ഇത്രയാണ് പവർ ഫാക്ടർ നിൽക്കുന്നത്. അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇനി എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ചിന്തിക്കണം. അത് ഇമ്പ്രൂവ് ചെയ്യാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതുവഴി ഇൻസെന്റീവ് കിട്ടും. പെനൽറ്റി എന്തെങ്കിലും നിങ്ങൾ അടയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് വളരെ നന്നായി കിട്ടും. ഇത്രയാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയം അനുവദിച്ചു തന്ന എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയ്ക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMC അറിവിന് ഊർജം പകരാം.